മക്കളെ നമുക്ക് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് തുടങ്ങിയിരുന്നു. നമുക്ക് ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. അപ്പൊ എന്താണ് ഡിറ്റർമിനൻസ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെട്രിക്സിന്റെ ഒരു ഇത് തന്നെയാണ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് ആർ വൈഡ് ആപ്ലിക്കേഷൻസ് ആണ് ഇതിനുള്ളത്. വൈഡ് ആപ്ലിക്കേഷൻസ് എഞ്ചിനീയറിംഗ് മേഖലയിലുണ്ട്, സയൻസിന്റെ മേഖലയിലുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഡിറ്റർമിനൻസിന്റെ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ ഡിറ്റർമിനൻസ് ആണ് അത്ര വലിയ പാടുള്ള ഇതാണോ എന്ന് പറഞ്ഞാൽ അതുമല്ല. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട് 2 ഇക്വേഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്, അങ്ങനെ പറയുന്നത്. ലീനിയർ ഇക്വേഷൻ പറഞ്ഞാൽ a1x plus b1y plus c1 is equal to 0 എന്ന് പറയുന്നത് a2x plus b2y plus c2 is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിൽ CBSE കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. പക്ഷെ അത്ര 3 ഇക്വേഷൻ ഒക്കെ വരികയാണെങ്കിൽ അവിടെ കോംപ്ലിക്കേറ്റ് ആണ് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഡിറ്റർമിനന്റിനകത്ത് അത് വളരെ ഈസിയാണ്. പിന്നെ മെട്രിക്സ് പഠിച്ചത് അതേ രൂപത്തിൽ തന്നെയാണ് ഡിറ്റർമിനന്റ് വരുന്നത്. മെട്രിക്സിനകത്ത് കുറച്ചുകൂടെ പ്രത്യേകതകളുണ്ട്, മറ്റു പ്രത്യേകതകളൊന്നുമല്ല. മെട്രിക്സ് ആകുമ്പോൾ പല രൂപത്തിലുള്ള മെട്രിക്സുകൾ നിങ്ങൾ പഠിക്കണമായിരുന്നു. സിംഗിൾ ടൺ മെട്രിക്സ് ഉണ്ടായിരുന്നു, റോ മെട്രിക്സ് ഉണ്ട്, കോളം മെട്രിക്സ് ഉണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള മെട്രിക്സ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഡയഗണൽ മെട്രിക്സ് ഉണ്ട്. ഇവിടെ അത് ഒന്നുമില്ല. മെട്രിക്സിനകത്തു നിന്നുള്ള സ്ക്വയർ മെട്രിക്സ് മാത്രം എടുത്തുകൊണ്ടുള്ളതാണ് ഡിറ്റർമിനൻസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഡിറ്റർമിനൻസിന്റെ ആപ്ലിക്കേഷൻ, ആ ഡിറ്റർമിനൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് മാത്രം നമുക്ക് നോക്കാം. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ് തരുന്നത്. ഈ 2x2 മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആ മെട്രിക്സിന് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. നിങ്ങൾ അവിടെ മെട്രിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എലമെന്റ് നമ്മൾ എഴുതുന്നത് 2x2 ആണെങ്കിൽ a11 a12 a21 പിന്നെ a ഏതാണ് 22. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് 2 rows and 2 columns. ഇതാണ് റോസ്, ഇതാണ് കോളംസ്. അപ്പൊ 2 rows and 2 columns. ഇത് നമ്മൾ ഡിറ്റർമിനന്റിലേക്ക് മാറ്റുമ്പോൾ ഡിറ്റർമിനന്റ് സിമ്പിൾ ഒക്കെ ക്ലാസ്സിൽ പഠിച്ചാൽ പറഞ്ഞായിരുന്നു ഡിറ്റ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ. അതുമല്ല എങ്കിൽ ഇതാ നമ്മൾ രണ്ട് വശത്തും ഇതുപോലെ വരച്ചിട്ട് നമ്മൾ എഴുതും. ഇത് മോഡലസ് എന്ന് ഒരിക്കലും വായിക്കുന്നത്, ഇത് വായിക്കുന്നത് എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ. ഈ എ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്. കൂടാതെ വേറെ രൂപത്തിലൂടെ എഴുതും. വാല്യൂ എഴുതുകയാണെങ്കിൽ വാല്യൂ നമ്മൾ എഴുതുന്നത് നോർമൽ കേസ് ഇതാ ഡെൽറ്റ എന്നാണ്. വാല്യൂ ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ എന്ന രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ എങ്ങനെയാണ് കാണുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്ന അതിന്റെ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനകത്തുനിന്ന് കോ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുന്നു. ഏതൊക്കെയാണ് ഡയഗണൽ എലമെന്റ്സ്? അതിന്റെ കഴിഞ്ഞ നിങ്ങളോട് പറഞ്ഞതാണ്. ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. അതിനകത്ത് ഈ കോ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കാം a11 into a22. ഈ രണ്ട് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? a21 into a12. ഇത് ചെയ്ത് നമുക്ക് തരുന്നത് നമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കിട്ടും. ഇതാണ് ഒരു ഏത് ഡിറ്റർമിനന്റ് കാണുന്നത്? ഒരു 2x2 ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയേക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഡിറ്റർമിനന്റ് ഞാൻ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു മെട്രിക്സ് നിങ്ങൾക്ക് പുസ്തകത്തിനകത്ത് തന്നിട്ടുണ്ടോ ഞാൻ നോക്കിക്കോട്ടെ. പുസ്തകത്തിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് തന്നെ എഴുതാം. അല്ലായെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എഴുതാം. ഇവിടെ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഓർമ്മ തന്നെ എഴുതിയേക്കാം. തന്നിരിക്കുന്ന ഇതാണ് 2 4 -1 2. ഞാൻ അതൊന്ന് മാറ്റി എഴുതുകയാണ്. ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? ഇവാലുവേറ്റ് എന്നാണ്. ഇവാലുവേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് എത്രയാണ്? 2 -3 3 4. ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ ചെയ്താൽ മതി. ഇതാണ് ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് കോ ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും ഇങ്ങോട്ടേക്കുള്ളതാണ് 2 into 4. ആദ്യത്തെ പറഞ്ഞത് മാത്രം ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഒരു ഡിറ്റർമിനന്റ് തരികയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് കോ ഡയഗണൽ എലമെന്റ്സ്. ഏതൊക്കെയാണ്? 6 into ഏതാണ്? -3 അല്ലെ. അപ്പൊ we know that 2 into 4 is equal to 8 minus 6 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. ഒരു മൈനസ് കൂടി ഉള്ളത് കൊണ്ട് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് തന്നെയായിരിക്കും -18. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് രണ്ട് മൈനസ് ഇടുകയാണ് പ്ലസ് ആകും. ദാറ്റ് മീൻസ് 8 plus 18. So we get the answer is 26. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ കിട്ടി. നമുക്ക് എത്രയാണ്? 26. ഇത്രയേ ഉള്ളത്. ഇത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ആയി. ഇത്ര മാത്രമേ ഉള്ളൂ. 2x2 മെട്രിക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഇനി അടുത്തത്
ഒരു 3x3 മെട്രിക്സ് ആണ് എന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു സ്ക്വയർ മെട്രിക്സ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അതായത് സ്ക്വയർ ഡിറ്റർമിനന്റ് വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ ഒരു 3x3 ഡിറ്റർമിനന്റ് ആണ്. ഇപ്പൊ ഇത് മാറിയിട്ട് ഒരു 3x3 ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യും? നമുക്ക് ആ ഒരു 3x3 ഡിറ്റർമിനന്റ് ആണ് തരുന്നതെങ്കിൽ ഞാൻ അവിടെ മെട്രിക്സിന്റെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എലമെന്റ് എങ്ങനെയാണ് വരുന്നത്. A11 A12 A13 ഒരു 3x3 ആണ്. എങ്ങനെയാണ് പിന്നെ A21 A22 A23 A31 A32 A33 അങ്ങനെയാണ് ഒരു 3x3 മെട്രിക്സ് വരുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഡിറ്റർമിനന്റ് എടുക്കുന്ന ഒരു 3x3 മെട്രിക്സ് ഞാൻ ഡിറ്റർമിനന്റ് ഞാൻ ഇവിടെ എടുത്താണ്. എന്താ ഇവിടെ നിങ്ങൾ നോക്കുക, ഡിറ്റർമിനന്റ് ഓഫ് A11 A12 A13 താഴത്തത് A21 A22 A23 A31 A32 A33. അപ്പൊ ഈ ഡിറ്റർമിനന്റ് വാല്യൂ അപ്പൊ ഇതിന് ഓരോന്ന് കൊടുത്തിരിക്കുന്നത് എ മെട്രിക്സിന്റെ അതേ ഫോമിൽ എ ജെ എന്നുള്ള ഫോമാണ്. എ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറിയാം. നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എ ഐ ജെ. വാട്ട് ഈസ് എ ജെ? എ ഐ ജെ മീൻസ് I is represent the number of rows and J represent the number of columns. That means if we write A12, what is A12? A12 means first row and second column. Okay, ഇതാണ് ഫസ്റ്റ് റോ ഇന്റെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ്. A22 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 2 സെക്കൻഡ് റോ നോക്കുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇതിനെയാണ് റോ എന്ന് പറയുന്നത്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് കോളം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം റോ, ഇത് റോ 1 റോ 2 റോ 3 കോളം 1 കോളം 2 കോളം 3 അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാല്യൂ എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. പഠിക്കുന്നത് എല്ലാം ചെയ്ത കാര്യമില്ല. നമുക്ക് നല്ല രൂപത്തിൽ ഒന്നിനൊന്ന് റോ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ അത് കോളം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുമ്പായി ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. എല്ലാം പറയുന്ന കോമൺ ആയിട്ട് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ എലമെന്റ് എടുക്കുമ്പോഴും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിനുള്ള വാല്യൂ എന്നുള്ളത് എഴുതുന്നത്. അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു നെഗറ്റീവ് ഒരു മൈനസിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസിന്റെ പവർ ഏതാണ്? ഓഡ് നമ്പർ. ഓഡ് നമ്പർ എന്ന് പറയാനല്ലോ ഒറ്റ സംഖ്യ ആണെങ്കിൽ അത് എപ്പോഴും മൈനസ് തന്നെ ആയിരിക്കും. -1 raised to odd number എന്ന് പറഞ്ഞാൽ that means its value is -1. For example, -1 raised to 3 -1 raised to 3 is equal to -1 raised to 5 is equal to -1 raised to 3 ആണ് 7. ഇത് ഏത് വന്നാലും നമുക്ക് ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ -3 ഒറ്റ സംഖ്യ 3 5 7 ഇത് എന്ത് വന്നാലും മൈനസിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ വാല്യൂ must be എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും. -1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ -1 raised to -1 എന്നല്ല ഏത് നെഗറ്റീവ് സംഖ്യയുടെയും പവർ ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇരട്ട സംഖ്യകളാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, +1 തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -1 raised to 2 -1 സ്ക്വയർഡ് എന്ന് പറഞ്ഞാലും -1 raised to 4 എന്ന് പറഞ്ഞാലും -1 raised to 6 എന്ന് പറഞ്ഞാലും അതിന്റെ വാല്യൂ എല്ലാം എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇത് പറയാവുന്ന പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പോകാം. നോക്കുക, നമ്മൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഈ ഡിറ്റർമിനന്റ് ഏത് കോളം വെച്ചോ ഏത് റോ വെച്ചോ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് ഇതിന്റെ വാല്യൂ ഈ ഫസ്റ്റ് റോ വെച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ഏതാണ് ഫസ്റ്റ് റോ? ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ A11 ഉണ്ട്, A12 ഉണ്ട്, A13 ഉണ്ട്. ഇത് വെച്ച് എങ്ങനെയാണ് ഈ 3x3 മെട്രിക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കുക. തിയററ്റിക്കൽ ആയിട്ടാണ് പറയുന്നത്, പ്രാക്ടിക്കൽ നമുക്ക് പുറകെ ചെയ്യാം. ഫസ്റ്റ് എലമെന്റ് എടുക്കും. ആ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് -1 കൊടുക്കുക. -1ന്റെ പവർ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. അതിനെ അങ്ങനെ എഴുതിയത് ഏതാണ്? എത്രാമത്തെ റോ ആണ് എത്രാമത്തെ കോളമാണ് അത് കൊടുക്കുക. അപ്പൊ ഇത് ഫസ്റ്റ് റോ ആണ്, ഫസ്റ്റ് കോളമാണ്. therefore -1 raised to 1 + 1 എന്ന് കൊടുക്കും. ഇൻറ്റു ആ എലമെന്റ് എടുക്കും. ഏതാ എലമെന്റ്? A11 എന്ന് പറയുന്ന എലമെന്റ് എഴുതുന്നു. ആ റോയും ആ കോളവും അങ്ങ് കളയും. എന്തൊക്കെ കളയും? ആ റോ അവോയ്ഡ് ചെയ്യും, ആ കോളവും അവോയ്ഡ് ചെയ്യും. അതിനുശേഷം അതിനകത്തുള്ള എലമെന്റുകൾ എഴുതുന്നു. അതിനകത്ത് അപ്പൊ ഈ റോയും പോയി ഈ കോളവും പോയി. പിന്നെയുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? ഏതാണ്? 22 A23 കേട്ടോ. പിന്നെ അടുത്ത വരുന്നത് ഇത് A32 A33
A3 ഇത്രയും വരും. ഓക്കെ, വീണ്ടും അടുത്ത് ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. അടുത്ത എലമെന്റ് എടുക്കും. എന്താ എടുക്കുന്നത്? അടുത്ത എലമെന്റ്. അപ്പൊ അടുത്ത എലമെന്റ് ഏതാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ നോക്കണം. അടുത്ത എലമെന്റ് വന്നിരിക്കുന്നത് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് A12. A12 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് -1 എല്ലാവർക്കും -1 റേഷ്യോ കൊടുക്കുന്നത്. -1 I plus j. Here I ന്റെ സ്ഥാനത്ത് 1 ആണ്, j ന്റെ സ്ഥാനത്ത് 2 ആണ്. -1/1/2 എന്ന് എഴുതും. ഇൻറ്റു ആ എലമെന്റ് എഴുതും. A എത്രയാണ്? 1 2 എന്നുള്ള എലമെന്റ് എഴുതും. ആ റോയിൽ ഈ റോ ആ കോളവും 1 2 ഉൾപ്പെട്ട ആ കോളവും അപ്പോൾ ആ റോയും ആ കോളവും കളയും. ബാക്കിയുള്ള എലമെന്റുകൾ എടുക്കും. അപ്പൊ ഇതും 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 ഇതും. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിക്കോണം. A21 പിന്നെ A22 എഴുതുക, കാരണം അതേ കോളത്തിലുള്ള A21 പിന്നെ ഏതാ? A23. താഴത്തത് A31 A33. മൂന്നാമത്തെ എലമെന്റ് എടുക്കും. മൂന്നാമത്തെ എലമെന്റ് എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എഴുതുന്നു. പ്ലസ് -1/2 ഏത് എലമെന്റ്? 1 3 എന്നുള്ള എലമെന്റ് എടുക്കുന്നത്. അപ്പോൾ ഈ 1 + 3 എഴുതണം. റേസ് ടു എത്ര എഴുതുന്നു? 1 + 3 ഇൻറ്റു ആ എലമെന്റ് എടുക്കും. ആ എലമെന്റ് ഏതാ? A13 ഇൻറ്റു ആ എലമെന്റ് ഏതാ എലമെന്റ്? അത് വരുന്ന റോയിൽ കളയണം, കോളം കളയും. അപ്പം ഈ റോയിൽ പോയി ഈ കോളം പോയി, പിന്നെ പോയിട്ട് വരുന്നത് ഇത് രണ്ടും അല്ലെ? A21 പിന്നെ A22 പിന്നെ ഇവിടെ ഏതാണ്? A31 A32. കണ്ടോ? ഇത്രയും. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ട്. ഒരു ഡിറ്റർമിന്റ് തരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്? ഇനി ബാക്കിയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ചെയ്യും. അപ്പൊ ഇത് ഏത് റോ വെച്ചെടുക്കാം, ഏത് കോളം വെച്ചെടുക്കാം. ഏത് റോ എടുത്താലും ഒരു കണ്ടീഷൻ ഉണ്ട്. ആ റോ എടുക്കും, ആ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് വരുന്ന ഏതെടുക്കരുത്, കോളവും എടുക്കരുത്, റോയും എടുക്കരുത്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇത്രയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? കണക്കിൽ ഈ കണക്ക് വന്നാൽ എങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ തുടങ്ങുന്നത് തന്നെ നമുക്കൊരു എന്താ പറയാ, ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതാ? മാർച്ച് 2009 ചോദ്യം ഞാൻ എഴുതുകയാണ്. ചോദ്യം നിങ്ങൾ ഓർത്തുള്ള ഏതാണ്? മാർച്ച് 2009 ചോദ്യമാണ്. മാർച്ച് 2009 ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: A is equal to matrix. A is equal to matrix ആയിട്ടാണ് തന്നിരിക്കുന്നത്. A is equal to matrix എന്നൊക്കെയാണ് വരുന്നത്. A is equal to matrix -1 2 4 -1 2 4 പിന്നെ അടുത്ത കോളം 1 1 3 1 അടുത്ത റോ 1 1 3 അടുത്ത റോ ലാസ്റ്റ് റോ തന്നിരിക്കുന്നത് 3 2 3 3 2 3. ഇതാണ് അവർ തന്നത്. ഇതിന് അവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. എന്നിട്ട് ചോദ്യം ഇതാണ്: ഫൈൻഡ് ഇത്രയും തന്നെ അവർ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്: ഫൈൻഡ് എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. കണ്ടോ? ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ഡിറ്റർമിനന്റ്. ഇതാണ് 2009 ഒരു ചോദ്യം. അപ്പൊ ഞാനത് ചാനൽ കാണുന്നതിന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോണം കേട്ടോ, വലുതാക്കി നോക്കിക്കോണം. മാർച്ച് 2009 A is equal to -1 2 4 1 1 3 3 2 3 എന്നിട്ട് തന്നിരിക്കുന്നതാണ് ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇതേ മെത്തേഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ വെച്ചോ, ഈ റോ വെച്ചോ, ഈ കോളം വെച്ചോ, എന്ത് വെച്ച് വേണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഞാനിപ്പോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോ ഈ പഠിച്ച മെത്തേഡിൽ തന്നെ ഈ റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഏതാ റോ? ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഡിറ്റർമിനന്റ് A is equal to ഡിറ്റർമിനന്റ് ഓഫ് A is equal to ഫസ്റ്റ് എലമെന്റ് ഞാൻ എടുക്കാണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. -1/2 എന്തായിരുന്നു? -1/2. ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? A11 ആണ്. ഒന്നാമത്തെ റോ, ഒന്നാമത്തെ കോളം. അപ്പം +1/1 +1 എഴുതുക. ഇനിയുള്ളത് ഞാൻ എഴുതത്തില്ല. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല.
സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാം. നോക്കുക. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയതുകൊണ്ട് -1/1 + 1 ഇൻറ്റു ആ എലമെന്റ് ഏതാണ് നിങ്ങൾ നോക്കുക. A11 ഇൻറ്റു ആ എലമെന്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇൻറ്റു -1 ഇൻറ്റു -1 എന്ന് എടുത്തിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ആ എലമെന്റ് വരുന്ന റോയും കളഞ്ഞു, പിന്നെ ഇത് കളഞ്ഞു, കോളവും വന്ന് കളഞ്ഞു. അപ്പോൾ ഇതും പോയി, ഇതും പോയി. പിന്നെ പോയിട്ട് വരുന്ന ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 1 3 1 3. ഇതിങ്ങനെ ഒന്നും എടുത്ത് ആദ്യത്തെ ഓർമ്മത്തിന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നതാണ്. 2 3. എത്ര മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് അറിയാവുന്നത്, ഇതിനെക്കുറിച്ച് അറിയാവുന്നത് സ്കിപ്പ് ചെയ്ത് പോയി അടുത്ത കണക്കൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ഏതാണ്? സെക്കൻഡ് എലമെന്റ് ഞാൻ എഴുതുന്നു. സെക്കൻഡ് എലമെന്റ് എഴുതുമ്പോഴും രണ്ടാമത്തെ എലമെന്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഈ 2 ആണ് എടുക്കുന്നത്. അപ്പൊ സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 1 2 എന്ന് പറയുന്ന എലമെന്റ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോളത്തിനകത്തുള്ള ഫസ്റ്റ് റോയ്ക്കകത്തുള്ള സെക്കൻഡ് കോളം എലമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ എന്ത് തന്നെ എഴുതുന്നു? -1/3 എഴുതുന്നു. 1 + 3. ആ എലമെന്റ് ഏതാണ്? കേട്ടോ, A12 എന്ന് പറയുന്നിടത്തുള്ള എലമെന്റ് ഏതാണ്? രണ്ടാമത്തെ സ്ഥാനത്ത് കിടക്കുന്ന എലമെന്റ് 2 ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ × 2 തരും. × 2. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ എലമെന്റ് എഴുതുമ്പോൾ അത് ഉൾപ്പെട്ട റോകളെയും അത് ഉൾപ്പെട്ട കോളവും കളയും. പിന്നെ പോയിട്ട് വരുന്നത് ഇതും പോകും, ഇതും പോകും. പിന്നെ വരുന്ന ഏതാണ്? 1 ഇനി അപ്പുറത്തേതാ 3. കേട്ടോ, 1 3 പിന്നെ 3 3. അപ്പോൾ അത് വരും. പ്ലസ് വീണ്ടും അടുത്തത് വരും. അടുത്തത് വെച്ചാൽ ഇതാ 4 ആണ് വരുന്നത്. 4 എന്ന് വെച്ചാൽ ഒന്നാമത്തെ കോളത്തിനകത്ത് മൂന്നാമത്തെ എലമെന്റ് ആണ്. അതുകൊണ്ട് അത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ -1/2 ഏതൊക്കെ കൂട്ടണ്ടേ? 1 + 3 നമുക്ക് കൂട്ടണം. 1 + 3. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇൻറ്റു ആ എലമെന്റ് എടുക്കണം. എലമെന്റ് എത്രയാ? 4. അപ്പൊ × 4 എഴുതിയിട്ട് ആ എലമെന്റ് വരുന്ന റോ, ഈ റോയിൽ കളയണം. ആ എലമെന്റ് വരുന്ന കോളങ്ങൾ ഇത് കളയണം. അപ്പൊ ഇതും പോകും, ഇതും പോകും. പോയിട്ട് വരും 1 1 3 1 1 പിന്നെ ഏതാണ്? 3 2. അപ്പോൾ ആ മനസ്സിലാകാൻ ചില ബുദ്ധിമുട്ടുള്ളവര് വളരെ സിമ്പിൾ ആണ്. മനസ്സിലാകാൻ ചില ബുദ്ധിമുട്ടുള്ളവര് ഇത് വീണ്ടും വീണ്ടും എടുത്ത് കണ്ടൊന്ന് തറവാക്കുക, അല്ലെ? ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം അടുത്ത കണക്കിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ. ഇത് എളുപ്പമായിട്ട് അറിയാവുന്നവർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ ഓടിച്ചു പോയിട്ട് അടുത്ത ചെയ്യുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യുമോ. അല്ലാത്തവർ ഇത് ശരിക്കും ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പഠിക്കണം. ശരിക്കും പഠിക്കണം. വീണ്ടും വീണ്ടും കണ്ടും എഴുതിയും പഠിക്കണം. എന്നിട്ടേ അടുത്ത കണക്കിലേക്ക് പോകാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരിക. അടുത്ത കണക്ക് ഈസി ആയിട്ട് എഴുതാം. നോക്കുക, ഇവിടെ എന്താ വരിക? -1/2. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നെഗറ്റീവിന്റെ പവർ ഓഡ് നമ്പറാണ്. അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ -1/2. നിങ്ങൾ നോക്കുക, ഇവിടെ വരുന്നത് എങ്ങനെയാണ്? -1/2 ഇൻറ്റു ഏതാണ്? -1. ഇനി ഇത് ഒരു 2/2 മാട്രിക്സ് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഏതൊക്കെ മൾട്ടിപ്പിൾ ചെയ്യാം? 1 × 3 അല്ലെ? ആ 1 × 3 മൈനസ് ഇത് രണ്ടോ മൾട്ടിപ്പിൾ ചെയ്യും. ഏതാണ്? 2 × 3. കണ്ടോ? 1 × 3 മൈനസ് ഏതാണ്? 2 × 3. ഇനി വീണ്ടും പ്ലസ് ഇവിടെ എന്താ വരിക? -1/2 1 + 2 എത്ര വരും? 3 ഇൻറ്റു എത്രയാണ്? ഈ 2. ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ എഴുതുന്നു. ഏതൊക്കെയാണ്? ഇത് രണ്ടോ ഗുണിക്കും. ഏതാ? 1 × 3 മൈനസ് കോഡയഗണൽ എലമെന്റ്സ് 3 × 3 3 × 3 പ്ലസ് വീണ്ടും -1/2 എത്ര വരുന്നത്? 4 -1/2 എത്ര വരും? 4 ഇൻറ്റു എത്ര കിടക്കുന്നത്? സംഖ്യ 4 ഇൻറ്റു ഞാൻ താഴെ എഴുതാണ്. ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ വരും? 1 × 2 1 × 2 മൈനസ് കോഡയഗണൽ 3 × 1 അഥവാ 1 × 3. കണ്ടോ? ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നെഗറ്റീവിന്റെ പവർ ഈവൻ ആണ് എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. 1 × ഇവിടെ എത്ര വരും? -1 1 × -1 നിങ്ങൾ നോക്കാം. 1 × 3 3 -2 × 3 6. വീണ്ടും അടുത്തത് പ്ലസ് നെഗറ്റീവിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ അത് മൈനസ് തന്നെയായിരിക്കും. -1 × 2 ഇൻറ്റു 1 × 3 എത്രയാ? 3 -3 × 3 എത്രയാ? 9. കണ്ടോ? അടുത്ത വീണ്ടും പ്ലസ് -1/4 നെഗറ്റീവിന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആവും. 1 × അപ്പൊ ഇത് ഈവൻ ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. 1 × 4 കുറയ്ക്കുക. എന്ത് വരും? 1 × 2 2 -3 × 1 3
കണ്ടല്ലോ. വീണ്ടും ഞാൻ ഇവിടെ തന്നെ എഴുതേക്കാം, അതിനുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. 1 into -1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ -1 into 3 - 6. നിങ്ങൾക്കറിയാം 6 - 3 3 ആണ്. 3 - 6 എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ -1 into ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? -3. കണ്ടോ, 3 ൽ നിന്ന് 3 പോയാൽ മൈനസ്. പ്ലസ് ഇവിടെ -1 into 2. -1 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 into ഇവിടെ 3 - 9. 9 ൽ നിന്ന് 3 പോയാൽ 6 ആണ്. 3 ൽ നിന്ന് 9 പോയാൽ എത്ര വരും? -6. പ്ലസ് 1 into 4 ആണ്. ഇനി ഇവിടെ 2 - 3. 3 - 2 ആണ്. 2 - 3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു എത്ര വരും? -1. നമുക്ക് ഇനി നോക്കാം. രണ്ട് നെഗറ്റീവിന്റെ പ്രോഡക്റ്റ് എടുത്താൽ പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. ദാറ്റ് മീൻസ് -1 into 3. -1 into -3. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു +3. ഇനി ഇവിടെ വീണ്ടും പ്ലസ് നോക്കാം. -2 into -6. രണ്ട് നെഗറ്റീവിന്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. 2 into 6 12 ആയിരിക്കും. അതെങ്ങനെയാണ്? +12. വീണ്ടും 4 into -1. അതായത് ഡിഫറന്റ് സൈൻ ആണെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്പിൾ ചെയ്താലും നെഗറ്റീവ് പോസിറ്റീവ് മൾട്ടിപ്പിൾ ചെയ്താലും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ 4 into -1 എന്ന് പറഞ്ഞാൽ എത്ര വരും? -4 എന്ന് വരും. സോ 3 + 12 15. 15 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 11. ഇതാണ് ഇതിന്റെ ആൻസർ. നിങ്ങളൊക്കെ ശരിക്ക് ഇത് കമ്പയർ ചെയ്ത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ശരിക്ക്, അതായത് മിക്കവർക്കും ഒരുവിധപ്പെട്ട കുട്ടികൾക്ക് അത് അറിയാം എങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്ക് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് ബേസിക് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ -1 ഒക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നാണക്കനായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് എനിക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു കണക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്ത കണക്ക് ഈസി ആയിരിക്കും. ഓക്കെ, നോക്കാം മക്കളെ, നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും പറയണം. അറിയാൻ വയ്യാത്തൊരു മറ്റേ കണക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും എങ്ങനെ ചെയ്യുന്നത് നോക്കണം. അറിയാവുന്നവർ പെട്ടെന്ന് പോവാ. അല്ലാതെ ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം അത് എങ്ങനെ ചെയ്യുന്നത് റീവൈൻഡ് ചെയ്ത് കാണുക. കണ്ടതിന് ശേഷം ഈ കണക്കിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് തനിയെ ചെയ്യുക. തനിയെ ചെയ്ത് തെറ്റുകയാണെങ്കിൽ ഇതിനകത്ത് നോക്കുക. അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് തനിയെ ചെയ്യുക. ഒന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് ചെയ്യുക. നോക്കുക, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഡിറ്റർമിനന്റ് എ ആണ്. ഞാനിവിടെ എഴുതുന്ന കാര്യം നിങ്ങൾ നോക്കുക. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു. ഇനി നേരത്തെ ചെയ്തതിനകത്ത് ഞാൻ ഒരു പ്രത്യേകതയോടെ പറയാം. നേരത്തെ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം ഈ ഓർമ്മയുടെ എളുപ്പം ചെയ്യാം. നോക്കുക, ഇങ്ങനെ തന്നെ ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് ഈ റോ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഏതാ? ഈ റോ വെച്ച് തന്നെ ഞാൻ ചെയ്യാണ്. എന്താണ് ഫസ്റ്റ് എലമെന്റ്? 1 ആണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ എലമെന്റ് എഴുതുന്നതിന് മുമ്പ് -1 എത്രയെന്ന് എഴുതുന്നു? 1 + 1 എന്ന് എഴുതുന്നു. ഇൻറ്റു ആ എലമെന്റ് എഴുതുന്നു. എലമെന്റ് എത്രയാണ്? 1 ആണ്. ഇനി ആ എലമെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്, അതായത് ഈ റോയും കളഞ്ഞ് ഈ കോളവും കളഞ്ഞ് ബാക്കിയുള്ള ഏതൊക്കെയാ? 1 -3 1. പിന്നെ ഏതാ വരുന്നത്? -3. പിന്നെ ഏതാ വരുന്നത്? 4 -9. കണ്ടല്ലോ. വീണ്ടും രണ്ടാമത്തെ എലമെന്റ് എഴുതുന്നു. പ്ലസ് രണ്ടാമത്തെ എലമെന്റ് എഴുതുമ്പോൾ -1 അതായത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ആണ്. ദാറ്റ് മീൻസ് അതിന്റെ പവർ വരുന്ന -1 + 2 എന്നാണ്. ഇൻറ്റു ആ എലമെന്റ് എഴുതുന്നു. ആ എലമെന്റ് എത്രയാണ്? 1 ആണ്. 1 എഴുതിയതിനു ശേഷം ആ 1 വരുന്ന റോയും ആ 1 വരുന്ന കോളും ഈ സെക്കൻഡ് കോളാണ് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതണം. ഇതും പോകും ഇതും പോകും. പോയിട്ട് എത്ര വരിക? 2 - 3. ഏത് വരും? 2 - 3. പിന്നെ ഏതാണ്? 5 - 9. 5 - 9. പിന്നെ അടുത്തത് എഴുതുന്നത് ഇതുപോലെ തന്നെ പ്ലസ് മൂന്നാമത്തതാണ് വരുന്നത്. മൂന്നാമത്തെ വരുമ്പോൾ -1 എത്ര വരും അറിയാമോ? -1 + 3. -1 + 3 into that element. That element is -2. -2 into ആ എലമെന്റ് വരുന്ന ഈ റോയും കളയും ഈ കോളവും കളയും. പോയിട്ട് അത് വരും 2 1 5 4. അപ്പൊ എങ്ങനെ വരും? 2 1 5 പിന്നെ ഏതാണ്? 4. മനസ്സിലായല്ലോ? ഇനി അടുത്ത കണക്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വേഗം എഴുതി പോകത്തേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? -1 എന്ന് വരും അല്ലെ? -1 എത്രയാണ്? 2 ഇൻറ്റു 1 ഇൻറ്റു ഇത് നിങ്ങൾക്കറിയാം. ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 ഇൻറ്റു എത്രയാണ്? -9. 1 ഇൻറ്റു -9 മൈനസ് 4 ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. എത്രയാണ്? 4 ഇൻറ്റു എത്ര വരും? -3. ഓക്കെ. പ്ലസ് വീണ്ടും
-1/3 -1/3 എത്രയാണ് 3 ഇൻറ്റു ഈ എലിമെന്റ് 1 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കാം ഇൻറ്റു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും ഡയഗണൽ ഏതൊക്കെയാണ് 2 ഇൻറ്റു എത്രയാണ് -9 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും ഏതാണ് 5 ഇൻറ്റു മൈനസ് ഏതാണ് 3 ലാസ്റ്റ് പ്ലസ് ഞാൻ താഴെ എഴുതുക -1/2 എത്രയാണ് -1/4 ഇൻറ്റു ഏതാ -2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഞാൻ എഴുതുകയാണ് ഏതൊക്കെയാണ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും 2 ഇൻറ്റു 4 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും 5 ഇൻറ്റു 1 നോക്കാം ഇനി ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു പവർ ഈവൻ നമ്പർ ആണ് പോസിറ്റീവ് തന്നെയാണ് അപ്പൊ -1/2 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് 1 ആണ് അപ്പൊ 1 ഇൻറ്റു 1 എന്ന് തന്നെ എവിടെ വരത്തുള്ളൂ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു -9 ആണ് മൈനസ് 4 ഇൻറ്റു -3 -12 ആണ് കാരണം പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് നെഗറ്റീവ് തന്നെയായിരിക്കും അപ്പൊ 4 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വരും -12 എന്ന് വരും ഇനി ഇവിടെ പ്ലസ് -1/3 നെഗറ്റീവിന്റെ പവർ ഓഡ് നമ്പർ ആണ് നെഗറ്റീവ് തന്നെയായിരിക്കും ദാറ്റ് ഈസ് -1 ഇൻറ്റു 1 ഇൻറ്റു അപ്പൊ ഇനി സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തുള്ളത് ഏതൊക്കെയാന്ന് നോക്കുക ഇൻറ്റു 2 ഇൻറ്റു -9 2 ഇൻറ്റു -9 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 9 18 ഇനി മൈനസ് വരുന്നോണ്ട് എന്ത് വരും -18 മൈനസ് ഇവിടെ 5 ഇൻറ്റു -3 5 ഇൻറ്റു 3 15 ആണ് 5 ഇൻറ്റു -3 എന്ന് വെച്ചാൽ എത്ര വരും -15 അതും കഴിയും പ്ലസ് -1/4 -1/4 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് കാരണം പവർ ഈവൻ നമ്പർ ആണ് 1 ഇൻറ്റു എത്ര വരും -2 1 ഇൻറ്റു -2 ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു 4 8 മൈനസ് 5 ഇൻറ്റു 1 എത്രയാണ് 5 that is equal to ഇവിടെ 1 ഇൻറ്റു 1 1 തന്നെയാണ് അപ്പൊ 1 ഇൻറ്റു എന്തൊക്കെ വരും -9 മൈനസ് ഓഫ് മൈനസ് പ്ലസ് പ്ലസ് 12 -9 പ്ലസ് 12 പ്ലസ് -1 ഇൻറ്റു 1 -1 തന്നെ -1 ഇൻറ്റു ഇവിടെ -18 നോക്കുക മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ് പ്ലസ് 15 പ്ലസ് 1 ഇൻറ്റു -2 തന്നെയാണ് -2 ഇൻറ്റു അപ്പൊ ബ്രാക്കറ്റിനകത്ത് എന്താ വരിക ഇൻറ്റു 8 - 5 8 - 5 എന്ന് വെച്ചാൽ എത്രയാണ് 3 ആണ് ഇനി നിങ്ങൾ അടുത്ത നോക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു -9 പ്ലസ് 12 -9 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 12 നിന്ന് 9 കുറയുകയാണ് 12 വ്യത്യാസം കണ്ട് വരുന്നതിന്റെ ചിഹ്നം അപ്പൊ 12 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ് അപ്പൊ -9 ഇൻറ്റു എത്ര വന്നു 3 എന്ന് വന്നു ഇനി ഇവിടെ മൈനസ് ഉണ്ട് പ്ലസ് ഈ മൈനസ് ഇൻറ്റു -1 ഇൻറ്റു -18 പ്ലസ് 5 ഡിഫറൻറ്റ് സൈൻസ് ആണ് എന്ത് ചെയ്യണം ഡിഫറൻസ് കാണണം 18 15 ആയിട്ടുള്ള ഡിഫറൻസ് 3 ആണ് വലതിന്റെ സൈൻ കൊടുക്കണം മൈനസ് ആണ് അപ്പോൾ അതെത്രയാണ് -1 ഇൻറ്റു എത്ര വന്നു -3 എന്ന് വന്നു പ്ലസ് ഇവിടെ -2 ഇൻറ്റു 3 -2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് -6 തന്നെയാണ് ഇനി നമുക്ക് ബാക്കി ഭാഗം നമുക്ക് നോക്കാം എങ്ങനെയാണ് അടുത്ത് ചെയ്യുന്നത് അടുത്ത നോക്കുക നമുക്ക് എന്താ ചെയ്യാം 1 ഇൻറ്റു 3 3 ഇനി -1 ഇൻറ്റു -3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് അഗൈൻ +3 പിന്നെ എന്താ -6 അപ്പൊ പ്ലസ് -6 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വരും -6 തന്നെ വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 3 6 6 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 0 ആണ് 0 എന്നാണ് ഇതിന്റെ ആൻസർ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ മക്കളെ നിങ്ങളിത് ശരിക്കും ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞേക്കാം എനിക്കറിയാൻ പലരും ഇത് കാണത്തില്ല ആരെങ്കിലും ഒരാൾ എഴുതുന്നത് നിങ്ങളൊക്കെ ഈ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ബാക്കിയുള്ളവർക്ക് എഴുതിയിട്ട് അങ്ങനെ കൊടുക്കരുത് നിങ്ങൾ അവരുടെ കൂടെ ഇത് കളയുകയാണ് ഇത്രയും വിശദീകരിച്ച് പറയത്തില്ല കാരണം ഇതെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്നത് ഇതൊന്നും ആവശ്യമില്ലാത്തതാണ് അപ്പൊ അങ്ങനെ മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത് അവരിത് എടുത്ത് വീണ്ടും വീണ്ടും കണ്ട് അത് എങ്ങനെയാണെന്ന് ശരിക്കും പഠിക്കുക അല്ലാതെ വീട്ടിൽ ചുമ്മാ അതിൽ നടന്നിട്ട് ബാക്കിയുള്ള പെൺകുട്ടികൾ എഴുതുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ എഴുതിക്കൊണ്ട് വരുന്നത് നോക്കി എഴുതിക്കൊണ്ട് വരാൻ ഇടയാവരുത് ഇനി അങ്ങനെ കണ്ടാൽ ഞാൻ നല്ല അനുകമ്പിച്ചു ഉറപ്പായ കാര്യമാണ്
കണ്ടല്ലോ, ഇത്രയും താഴ്ന്ന് കഷ്ടപ്പെട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ മക്കളെ, നോക്കുക. അടുത്ത ഇതാണ് ഇവാലുവേറ്റ്. ഇപ്പൊ ചെയ്ത 2 കണക്കുകൾ തന്നെ ഒരു കണക്കൂടെ ഞാൻ തരികയാണ്. ഇത് ഞാൻ നേരത്തെ രീതിയിൽ അതേ ഇത് തന്നെയാണ്, പക്ഷെ ഞാൻ മുഴുവൻ കാര്യങ്ങളും എഴുതുന്നില്ല. ഇവിടെ -1/1 +1 -1/2 1+2 -1/2 1+3 എഴുതുന്നതിന് പകരം ഓർക്കുക, ആദ്യത്തെ പോസിറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ നെഗറ്റീവാണ്, അടുത്തത് പോസിറ്റീവാണ്. നമ്മൾ എല്ലാ കണക്കും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതുന്നത്. എങ്ങനെ എഴുതും? ആദ്യത്തേത് പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 1 1 ആണ്. അപ്പൊ -1/1 +1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. -1ന്റെ പവർ ഈവൻ ആകുന്നതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ഇവിടെ വരുന്നത് -1/1 2 ആണ്. അപ്പൊ -1/1 +2 ആണ്. -1/3 ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. ഇങ്ങനെയാണ് ഇതിന്റെ പോക്ക്. പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ്. അപ്പൊ -1/2 എന്നുള്ളത് ഞാൻ എഴുതുന്നില്ല. ആദ്യത്തെ ഞാൻ പോസിറ്റീവ് എന്നുള്ള സൈൻ തന്നെ കൊടുക്കുകയാണ്. ഇനി ആദ്യത്തെ എലമെന്റും എനിക്ക് എഴുതേണ്ട. നിങ്ങൾ നോക്കുക, ആദ്യത്തെ 0 അല്ലേ? അപ്പൊ 0 ഇൻറ്റു എന്ന് എടുത്തിട്ട് ഞാൻ നേരത്തെ കൂടെ ഒന്നും എഴുതുന്നില്ല. ഈ റോയും കളഞ്ഞ് ഈ കോളം കളഞ്ഞ് പോയിട്ട് ഇത്ര അല്ലേ വരത്തുള്ളൂ. ഇതാണ് നമ്മൾ ആ ഇതിട്ട് ചെയ്ത. അതിനെ ഞാൻ പറഞ്ഞ ആ കണക്ക് നല്ലവണ്ണം ചെയ്ത് പഠിക്കണം, എന്നിട്ട് വേണം ചെയ്യാനായി. അപ്പൊ ഇത്രോ ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. 0 ഇൻറ്റു 0 എത്ര വന്നു? 0 മൈനസ് കോളയുള്ള എലമെന്റ്സ് 3 ഇൻറ്റു -3. 3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -9. കണ്ടു, അത് തീർന്നു. ഇത്രയുള്ള സ്റ്റെപ്പ്. അടുത്തത് ഇത് പ്ലസ്, അടുത്ത വരുന്ന മൈനസ് ഇൻറ്റു അവിടുത്തെ എലമെന്റ് ഏതാ? 1 ഇൻറ്റു ഞാൻ അടുത്ത് എഴുതുന്നത്. അപ്പം ഈ റോയും പിന്നെ ഈ 1 ഉൾപ്പെടുന്ന ഈ കോളവും 1 ഉൾപ്പെടുന്ന ഈ കോളവും പോയി കഴിഞ്ഞിരിക്കുന്നാൽ പിന്നെ വരുന്ന ഏതൊക്കെയാ? -1 -3 2 0. ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 ഇൻറ്റു 0 എത്ര വരും? 0 -2 ഇൻറ്റു -3 -2 -3 മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 3 6 ആണ്. 2 മൈനസ് ആകുമ്പോൾ എന്തായിട്ട് മാറും? +6 ആയിട്ട് മാറും. അപ്പൊ 6 എന്ന് എഴുതി. ഇനി അടുത്ത ഞാൻ എടുക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ നോക്കാമല്ലേ, അടുത്ത എടുക്കുന്നത് 2 ആണ്. അപ്പൊ ആദ്യത്തെ പ്ലസ്, ഇത് മൈനസ്, ഇതെന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പൊ പ്ലസ് ഇൻറ്റു അവിടുത്തെ എലമെന്റും പ്ലസ് തന്നെയാണ്. അപ്പൊ 2 ഇൻറ്റു അപ്പൊ +2 ഇൻറ്റു അപ്പോൾ ഈ റോയ്ക്കകത്ത് കളഞ്ഞു, ഈ കോളത്തിനകത്ത് കളഞ്ഞു. അപ്പൊ ഈ റോയും കളയും, പിന്നെ ഏത് കളയും? ഈ കോളവും കളയും. പിന്നെ പോയിട്ട് വരുന്നത് ഇത്രയും ഉണ്ട്. -1 0 -2 3. ഇത് ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇൻറ്റു -1 so we get -3 മൈനസ് കോഡയഗണൽ എലമെന്റ്സ് -2 ഇൻറ്റു 0 എത്ര വന്നു? 0. കണ്ടോ? അത്രയും ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകള് നിങ്ങൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് എഴുതി പോരാ. അത് പഠിച്ചിട്ട് വേണം പോരാ. അല്ലാതെ അച്ഛൻ നിങ്ങളുടെ നോക്കുക, വേറെ എഴുതിയിട്ട് നോക്കുക ചെയ്യുന്നത് പോരുണ്ട്. നോക്കാം, 0 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ ഇത് ഞാനൊന്ന് മാറ്റുകയാണ്. 0 ഇൻറ്റു 0 0 -9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് വരുന്നത്? 0 പ്ലസ് എത്രയാണ്? 9 എന്നാണ് വരുന്നത്. 0 + 9. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വന്നു? പുറത്ത് 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. -1 ഇൻറ്റു ഇനി ഇവിടെ എത്രയാണ് വരിക? 0 - 6 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വരും. അപ്പൊ 0 + 9 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 9 തന്നെയാണ്. വേറെ ഒന്നും എഴുതണമെന്നില്ല. അപ്പം 0 ഇൻറ്റു 9 ആണ് ഈ കോളത്തിനകത്ത് വരുന്നത്. എന്ത് വരും? 0 ഇൻറ്റു എത്രയാണ്? 9. ഇവിടെ -1 ഇൻറ്റു ഇവിടെ എത്ര വരും? -6. -1 ഇൻറ്റു എത്ര വരും? -6 പ്ലസ് 2 ഇൻറ്റു എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. -3 നിന്ന് 0 പോയാൽ എത്ര മാത്രം വരും? -3. 0 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? അത് 0 തന്നെയാണ്. അപ്പൊ 0 -1 ഇൻറ്റു -6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -, +6 എന്നാണ്. +6. ഇനി പ്ലസ് 2 ഇൻറ്റു -3. 2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6 ആണ്. നിങ്ങൾ നോക്കുക, +6 -6 6നകത്ത് 6 പോവുക, എത്ര കിട്ടും? 0 കിട്ടും. ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഇത്. ഇനി നമുക്ക് അടുത്ത വരുന്ന കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം അടുത്ത എങ്ങനെയാണ്. നോക്കാം, നമ്മൾ പഠിച്ച അതേ കഥയിലുള്ള ക്വസ്റ്റനാണ്. പരീക്ഷയ്ക്ക് ബലാവകാശം കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കളയും. കാരണം ഡിറ്റർമിനന്റിന്റെ ഇത് മെട്രിക്സിന്റെ രണ്ടാണ്. മെട്രിക്സ് അല്ല, ഇത് ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് 2 4 5 1 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 2x 4 6 x. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഏതാണ്? x. ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ഇവിടെ തന്നെ ഇതിന്റെ വാല്യൂ ഇവിടുന്ന് എഴുതും, ഈസ് ഈക്വൽ ടു അവിടെ എഴുതും. നോക്കാം, നമുക്ക് ഇങ്ങനെ ഡിറ്റർമിനന്റ് തന്നെയാണ്. നമുക്കറിയാം ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയഗണൽ എലമെന്റ്സ് എന്ന് വെച്ചാൽ ഏതാ വരിക? 1 ഇൻറ്റു 2. നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ ഏതാണ്? 1 ഇൻറ്റു 2. 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് ഇത് കണ്ടോ മൾട്ടിപ്ലൈ ചെയ്യും. ഏതാ? 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 എത്രയാണ്? 20. അപ്പം 1 ഇൻറ്റു 2 മൈനസ് 20 എന്നതാണ് ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡ് എന്താ വരിക? റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുക, ഡയഗണൽ എലമെന്റ്സ് 2x ഇൻറ്റു x ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു x 2x സ്ക്വയർഡ് ആണ്.
2x² മൈനസ് 6 into 4. 6 into 4 എത്രയാണ്? 24 ആണ്. കണ്ടോ? That is equal to 2 minus 20 എന്ന് പറഞ്ഞാൽ 20 minus 2 18 ആണ്. 2 minus 20 ആകുമ്പോൾ minus 18. Minus 18 is equal to 2x² plus എത്രയെന്ന് വരും? സോറി പ്ലസ് അല്ല, മൈനസ് എത്രയാണ്? 24. This minus 24 transform to the left side. ഇങ്ങോട്ടേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പൊ ഇവിടെ എത്ര കിടക്കുന്നുണ്ട്? ഒരു 80 കിടക്കുന്നുണ്ട്. ഈ മൈനസ് 24 ഇപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 24 ആവും. പ്ലസ് 24 ഇവിടെ എന്താക്കുണ്ട്? മൈനസ് 18. 24 മൈനസ് 18 is equal to എന്ത് വന്നു? 2x². കണ്ടോ? 2x². 24 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 24 നിന്നും 8 പോയാൽ എത്രയാണ്? 6 ആണ്. 6 is equal to എത്രയാണ്? 2x². നമുക്ക് കണ്ടുപിടിക്കുന്ന എക്സിന്റെ വാല്യൂ ആയതുകൊണ്ട് that is x² is equal to ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ആ 2 കൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു വെട്ടി പോകും. ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. that is 3 is equal to എന്തെന്ന് വന്നു? x². കണ്ടോ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്, ചില എണ്ണന്മാർ ഇങ്ങനെ വെട്ടിയിട്ട് അവിടെ ചുമ്മാ എഴുതി വെച്ചിട്ട് പോകാറ്. അങ്ങനെ ഉള്ളവരൊക്കെ ഈ ഓൺലൈനായിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെടുത്ത് ചോദിക്കാൻ നാണക്കേടുള്ളത് കൊണ്ട് അത് വളരെ നിശ്ചിതമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കി തന്നെ പഠിക്കുക. അപ്പൊ x² into 3. അപ്പൊ ഇവിടെ എന്ത് വന്നു? x² is equal to എത്രയാണ്? x² is equal to 3. x² is equal to 3 ആണെങ്കിൽ x എന്താണ്? x is equal to plus or minus 3. അപ്പൊ x ന്റെ വാല്യൂ ഇതാണ്. x² is equal to 3 ആണെങ്കിൽ x is equal to എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 3 ആയിരിക്കും. ശരിക്കും എഴുതി പഠിച്ചോണം. ഓക്കെ, നമുക്ക് നേരെ അടുത്ത പ്രോബ്ലത്തിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഇത് തന്നെ find the value of x. His determinant 2, 3, 4, 5 is equal to determinant x 3a 2x 5 തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കുടിക്കാം ഡയഗണൽ എലമെന്റ് അല്ലെ. അപ്പൊ ഡയഗണൽ എലമെന്റ് എത്രയാണ്? 2 into 5. 2 into 5 is equal to 10 minus 4 into 3. 4 into 3 എത്രയാണ്? 12 is equal to ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനാണ് 5 into x 5x minus 2x into 3. 2 into 3 6 ആണ്. അതിനോട് ആരുടെ വരും? ഒരു x കൂടെ വരും. കണ്ടോ? 2 into 3 into x 10 minus 12. 12 minus 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. 10 minus 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? minus 2 is equal to 5x minus 6x. 5x നകത്തും 6x സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 1x വരും. minus 1x ആണ്. എത്ര x ആണ്? minus 1x. കാരണം 5ൽ നിന്നും 6 പോയാൽ മൈനസ് 1 ആണ്. എക്സിൽ നിന്ന് എക്സ് പോയി 0 എന്ന് എഴുതരുത്. അത് ഞാൻ പല പ്രാവശ്യം പറയാറുള്ളതാണ്. അങ്ങനെ എഴുതുന്ന കക്ഷികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. 10 തേങ്ങയ്ക്കകത്തുനിന്ന് എത്രയാ? 9 തേങ്ങ പോയി കഴിഞ്ഞാൽ തേങ്ങയും പോകും. പിന്നെ 10ൽ നിന്ന് 9 പോയാൽ 1 മാത്രമേ കാണത്തുള്ളൂ, തേങ്ങ കാണുകയില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സ് ഉണ്ട്. ബാക്കിയുള്ള അതിനെ കുറിച്ച് ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ 10 minus 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്. 5x-നകത്തുനിന്ന് 6x പോയാൽ എത്ര വരും? 1x വരും. അങ്ങനെയാണ് ഞാൻ ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. x is equal to ഈ -1 ഇപ്പറേ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അതൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. മൈനസും ക്യാൻസൽ ആയി പോകും. Therefore 2 is equal to എത്രയാണ്? x ആണ്. x is equal to എത്ര കിട്ടി? 2 കിട്ടി. വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിക്കും എന്നോട്. 1 എങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്.